ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് താൽക്കാലികമായി തടഞ്ഞ് ഹൈക്കോടതിയെ ശ്രീകാന്ത് കൊച്ചിയിൽ ചേർന്നു. ശ്രീകാന്ത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് വിവരാവകാശ കമ്മീഷനടക്കം ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് ഹൈക്കോടതിയിലേക്ക് ഒരു ഹർജി പോകുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടഞ്ഞുകൊണ്ട് കോടതി നിരീക്ഷിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? എത്ര കാലത്തേക്കാണ് ഈ സ്റ്റേ? ഏറ്റവും പുതിയ വിവരം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് താൽക്കാലികമായി ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു. ഒരാഴ്ചത്തേക്കാണ് കോടതി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തടഞ്ഞിരിക്കുന്നത്. അത് പുറത്തുവിടുന്നത് തടഞ്ഞിട്ടുള്ളത് 5 പേർക്ക് ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് കൊടുക്കുന്നതിന് വേണ്ടി നേരത്തെ വിവരാവകാശ കമ്മീഷൻ തീരുമാനമെടുത്തിരുന്നു. ഇതിനെതിരെ വന്ന ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ നടപടി. ഈ വിഷയത്തിന്മേൽ വിശദമായ വാദം ഇനിയും കേൾക്കും. അതിനുശേഷമായിരിക്കും ഈ റിപ്പോർട്ട് പുറത്തുവിടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമ ഉത്തരവ് വരുന്നത്. ഇത് ഇടക്കാല ഉത്തരവാണ്. ഒരാഴ്ചത്തേക്ക് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് വിവരാവകാശ കമ്മീഷന് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒരാഴ്ച തൽക്കാലം റിപ്പോർട്ട് പുറത്തുവരില്ല. ശ്രീകാന്ത്, 2018 സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഇത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാത്തതിൽ നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഒടുക്കം വിവരാവകാശ കമ്മീഷൻ അടക്കം ഇടപെട്ട് ഏകദേശം പുറത്തുവിടാൻ സാഹചര്യം ഒരുങ്ങിയിരുന്നു. ഈ ഒരാഴ്ച കഴിഞ്ഞുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? ഏറ്റവും ഈ ഹർജിക്കാരൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം, ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ ഏറ്റവും ഉന്നയിച്ച പ്രധാന വാദം എന്തായിരുന്നു? കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ പൊതുതാൽപര്യമില്ലെന്നാണ് ഹർജിക്കാരൻ പറഞ്ഞത്. പൊതുതാൽപര്യമുണ്ടെന്നതിന് ഒരു കാരണവും കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് സ്വാഭാവിക നീതിക്ക് എതിരാണ് എന്ന് അദ്ദേഹം വാദിക്കുകയുണ്ടായി. റിപ്പോർട്ട് നൽകിയത് 2019 5 വർഷങ്ങൾക്കിപ്പുറം വിവരങ്ങൾ പുറത്തുവിടണം എന്നുള്ളത് ആ ആവശ്യം നിലനിൽക്കില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിലിപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകണമെന്ന ആവശ്യം നിരസിച്ചിരുന്നു. മാത്രമല്ല, ഇതിൽ നിന്നും ഭിന്നമായ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ലെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. റിപ്പോർട്ടുമായി ബന്ധമില്ലാത്തവരാണ് പകർപ്പിന് അപേക്ഷ നൽകിയതെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ റിപ്പോർട്ട് പുറത്തുവിടരുത്, ഇതായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടരുത്, തൽക്കാലത്തേക്ക് പുറത്തുവിടരുതെന്ന് ഹൈക്കോടതി. ഒരാഴ്ചത്തേക്കാണ് സ്റ്റേ. 2018 നിയോഗിച്ച കമ്മിറ്റി 2019 ഡിസംബറിലാണ് സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. തുടർന്ന് ഇങ്ങോട്ട് അത് പരസ്യമാക്കണമെന്ന രീതിയിൽ നിരവിവാദങ്ങൾ ഉയർന്നു. ഒടുക്കം വിവരാവകാശ കമ്മീഷൻ 5 പേർക്ക് ഈ റിപ്പോർട്ട് നൽകാൻ തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ഇതിനെതിരെ സിനിമാ മേഖല ഒരു നിർമ്മാതാവ് നൽകിയ ഹർജിയിൽ ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇതിൽ പൊതു താൽപര്യമായ വിഷയമില്ല എന്നായിരുന്നു ഹർജിക്കാരന്റെ വാദഗതി. ഇതടക്കം നിരീക്ഷിച്ചുകൊണ്ട് ഒരാഴ്ചത്തേക്ക് ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് പറഞ്ഞിരിക്കുന്നു. ശ്രീകാന്ത്, കൂടുതൽ വിവരങ്ങൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഒരാഴ്ചത്തേക്ക് താൽക്കാലികമായി തടഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ സുപ്രധാന ഉത്തരവ് വന്നിരിക്കുന്നു. സിനിമാ നിർമ്മാതാവ് നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. എതിർകക്ഷികൾക്ക് ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 5 പേർക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകണമെന്ന് വിവരാവകാശ കമ്മീഷൻ തീരുമാനിച്ചിരുന്നു, ഉത്തരവിട്ടിരുന്നു. ഇതിനാണ് ഇപ്പോൾ സ്റ്റേ വന്നിരിക്കുന്നത്. പ്രധാനമായും ഹർജിക്കാരൻ ഉന്നയിച്ച വാദം ഇതിൽ പൊതു താൽപര്യമില്ല എന്നായിരുന്നു. ഈ വാദഗതി അടക്കം നിരീക്ഷിച്ചുകൊണ്ട് ഒരാഴ്ചത്തേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്റ്റേ ചെയ്തിരിക്കുന്നു ഹൈക്കോടതി. ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതാണ്. നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നത്. 2018 സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളടക്കം പഠിക്കുവാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. 2019 ഡിസംബറിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാർ നൽകി. അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടും ഈ റിപ്പോർട്ട് സംബന്ധിച്ച പുരോഗതികളോ കൂടുതൽ നടപടികളോ ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണമില്ലാത്ത സാഹചര്യത്തിൽ നിരവധി തവണ സിനിമാ മേഖലയിലെ സ്ത്രീകളടക്കമുള്ളവർ വിവാദം അല്ലെങ്കിൽ സ്ത്രീകളടക്കം ഇത് പുറത്തുവിടണമെന്ന് ആവശ്യം ഉന്നയിച്ചത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഏകദേശം 2 ആഴ്ചകൾക്ക് മുമ്പാണ് വിവരാവകാശ കമ്മീഷൻ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രസക്ത ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ ഹർജി അല്ലെങ്കിൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നു. ഇപ്പോൾ വിഷ്ണു സുരേഷ് കൂടി ചേർന്ന്. വിഷ്ണു, ഏറ്റവും പുതിയ വിവരങ്ങൾ. അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നുള്ളതായിരുന്നു നിർമ്മാതാവിന്റെ ആവശ്യം. ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ആണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നവർ പ്രശസ്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതായിരുന്നു ഈ ഹർജിക്കാരന്റെ ആവശ്യം. പക്ഷേ വിവരാവകാശ കമ്മീഷൻ ഈ ഹർജിയെ പൂർണ്ണമായും എതിർക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹർജിക്കാരനും കക്ഷിയല്ല എന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. മുൻപാകെ ഇത്തരത്തിൽ ഈ ഹർജിക്കാരൻ ഒരു തരത്തിലും ഹേമ കമ്മീഷന് മുൻപാകെ ഹാജരായി
മനസ്സിലായിട്ടില്ല. കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ടെന്ന് പിന്നെ എങ്ങനെ ഹർജിക്കാരന് പറയാനാകും എന്നൊരു സുപ്രധാനമായ ചോദ്യം സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം സ്വകാര്യ ലംഘനം സംബന്ധിച്ച് ഇതുവരെ കമ്മീഷന് മുൻപിൽ ഒരു പരാതിയും വന്നിട്ടില്ല. കമ്മീഷൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് സ്വകാര്യത ലംഘിക്കുന്ന അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ ഒഴിവാക്കിയുള്ള കാര്യങ്ങളായിരിക്കും പുറത്തുവിടുക എന്ന്. എന്തായാലും ഇത് പുറത്തുവിടാനുള്ള നടപടിയിലേക്ക് തന്നെ കടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സുഹൈൽ, ഈ റിപ്പോർട്ടിലെ ഈ വിഷു പറഞ്ഞനുസരിച്ചാണെങ്കിൽ സ്വകാര്യതയ്ക്കടക്കം വെല്ലുവിളി അല്ലെങ്കിൽ സ്വകാര്യതയെ കടന്നു കയറുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ ഹർജിക്കാരൻ ഉയർത്തി. പക്ഷേ വിവരാവകാശ കമ്മീഷൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇതിൽ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആരെയാണ് ആ വ്യക്തിയെ, ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുന്ന കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ്. ആ രീതിയിൽ തന്നെയാണ് ഈ പകർപ്പിനായി അപേക്ഷിച്ച 5 പേർക്കും സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് നൽകാൻ തീരുമാനിച്ചത്. ഇതിൽ ഒരു സ്വകാര്യതയുടെ പ്രശ്നം എവിടെ വരുന്നു വിഷ്ണു? അതുതന്നെയാണ് വിവരാവകാശ കമ്മീഷനും വ്യക്തമാക്കുന്നത്. 320 പേജാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ആകെ ഉള്ളത്. അതിൽ 20 പേജുകൾ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും ഈ റിപ്പോർട്ട് പുറത്തുവിടുക. പ്രത്യേകിച്ച് സ്വകാര്യത കടന്നു വരുന്ന ഭാഗങ്ങൾ അതെല്ലാം ഒഴിവാക്കി, പേരുകളൊക്കെ ഒഴിവാക്കി, അത് ഇരയുൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇത്തരം മൊഴി നൽകിയ ആളുകൾ അവരുടെ ഉൾപ്പെടെ ഐഡന്റിറ്റി പുറത്താകുന്ന ഒരു സാഹചര്യമുണ്ട്. അതെല്ലാം പരിഗണിച്ച് കൃത്യമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 20 പേജ് ഒഴിവാക്കിക്കൊണ്ട് വിവരാവകാശ കമ്മീഷൻ ഈ രേഖ പുറത്തുവിടണം എന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ സാംസ്കാരിക വകുപ്പും സമാനമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലും സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന ഒരു എലമെന്റും ഈ റിപ്പോർട്ടിൽ ഉണ്ടാകില്ല എന്ന് വ്യക്തമാണ്. പക്ഷേ ഹർജിക്കാരൻ ഇത്തരത്തിൽ ഒരു ആശങ്ക ഉയർത്തുന്നത് അല്ലെങ്കിൽ ഇത് പുറത്തുവിടരുത് എന്ന് പറയുന്നതിന് പിന്നിൽ ചില സ്വകാര്യ താല്പര്യങ്ങൾ മാത്രമാണ് എന്ന് വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും റിപ്പോർട്ട് ഈ 5 പേർക്കും ഈ 20 പേജുകൾ, പ്രത്യേകിച്ച് ഈ സ്വകാര്യത ഭാഗങ്ങളൊക്കെ കടന്നു വരുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കും അല്ലെങ്കിൽ നൽകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സുഹൈല്, സിനിമാ മേഖല സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി രൂപീകരിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിൽ ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ആളുകൾ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള പേജുകളും അത്തരത്തിലുള്ള പാരഗ്രാഫുകളെല്ലാം നീക്കിക്കൊണ്ട് മറ്റു ഭാഗങ്ങൾ ഈ റിപ്പോർട്ടിൻ്റെത് നൽകാമെന്ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു. ഇത് സംബന്ധിച്ച 5 പേരാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ 5 പേർക്കും ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി റിപ്പോർട്ട് സമർപ്പിക്കാൻ സാംസ്കാരിക വകുപ്പ് ഒരുങ്ങുന്നതിനിടെയാണ് ഹൈക്കോടതിയിൽ നിന്ന് നിർണായക ഉത്തരവ് വന്നിരിക്കുന്നത്. സിനിമാ നിർമ്മാതാവ് നൽകിയ ഹർജിയിൽ അദ്ദേഹം ഉയർത്തിയത് ഇത്തരത്തിൽ ഈ കേസിൽ കക്ഷികളല്ലാത്ത ആളുകൾ, ഈ വിഷയത്തിൽ കക്ഷികളല്ലാത്ത ആളുകൾ പോലും അല്ലെങ്കിൽ സ്വകാര്യത ബാധിക്കുന്ന രീതിയിൽ റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടു എന്ന രീതിയിൽ ഈ സിനിമാ നിർമ്മാതാവ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇടപെടൽ നടത്തിയിരിക്കുന്ന ഒരാഴ്ചത്തേക്ക് താൽക്കാലികമായി റിപ്പോർട്ട് പുറത്തുവിടേണ്ട എന്ന നിർണായകമായ ഉത്തരവ് ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നു. വൈകിട്ട് 4 മണിയോടുകൂടി അപേക്ഷിച്ച 5 പേർക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഹൈക്കോടതി നിർണായക ഉത്തരവ് വന്നിരിക്കുന്നത്. വിഷ്ണു, ഏകദേശം ഇന്ന് 5 പേരായിരുന്നു ഈ അപേക്ഷയ്ക്ക്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടി അപേക്ഷിച്ചിരുന്നത്. ഈ 5 പേരും ഈ സിനിമാ മേഖലയുമായി ബന്ധമില്ലാത്തവരാണെന്ന രീതിയിൽ നിരീക്ഷണം വന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വാദഗതികൾ ഈ ഹർജിക്കാരൻ ഉയർത്തിയിട്ടുണ്ടോ? സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി സർക്കാർ രൂപീകരിച്ച, മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ രാജ്യത്ത് ആദ്യമായി തന്നെ ഒരു സംസ്ഥാനം അത്തരത്തിൽ സിനിമാ മേഖല സ്ത്രീകൾ പ്രത്യേകമായി പഠിക്കാൻ നിയോഗിച്ചൊരു കമ്മിറ്റി, ഹേമ കമ്മിറ്റി 2018 രൂപീകരിക്കുന്നു. 1 വർഷം കൊണ്ട് 2019 ഡിസംബറിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. പിന്നീട് അങ്ങോട്ട് 5 വർഷം ആ റിപ്പോർട്ടിൽ എന്താണെന്നുള്ള കാര്യം പുറത്തു വരാതിരിക്കുമ്പോൾ സിനിമാ മേഖലയിലെ നായികമാരും സ്ത്രീകളും അടക്കമുള്ളവർ ഈ വിഷയത്തിൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പലതവണ ആവർത്തിക്കുന്ന ഒടുക്കം ഏകദേശം 1 മാസത്തിനടുത്ത് വിവരാവകാശ കമ്മീഷൻ തന്നെ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ഉത്തരവിറക്കുന്നു. 5 പേരാണ് ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് വിവരാവകാശ കമ്മീഷന് അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ 5 പേർക്കും ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി റിപ്പോർട്ട് സമർപ്പിക്കാൻ സാംസ്കാരിക വകുപ്പ് ഒരുങ്ങുന്നതിനിടെ ഇതാ ഇപ്പോൾ ഒരു സിനിമാ നിർമ്മാതാവിന്റെ ഹർജിയിൽ ഹൈക്കോടതി വളരെ നിർണായകമായ ഉത്തരവിറക്കിയിരിക്കുന്നു. ഒരാഴ്ചത്തേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന അതിനിർണായകമായ ഉത്തരവ്. പക്ഷേ ഈ വിവരാവകാശ കമ്മീഷൻ അടക്കം ഈ ഉത്തരവ് പുറത്തുവിടുമ്പോൾ അത് മുഴുവനായി പുറത്തുവിടേണ്ട എന്നതിന് തീരുമാനിച്ചിരുന്നു. അതിൽ സ്വകാര്യതയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ചില ആളുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളും ഒഴിവാക്കിക്കൊണ്ട് സ്വകാര്യതയെ പൂർണ്ണമായും മാനിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തുവിടണമെന്ന് അല്ലെങ്കിൽ ഉത്തരവ് പുറത്തുവിടൂ എന്ന് വിവരാവകാശം തീരുമാനിച്ചപ്പോഴും ഇപ്പോൾ ഹൈക്കോടതി ഇതിൽ സ്റ്റേ നൽകിയിരിക്കുന്നു എന്നാണ് ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വിഷ്ണു വിശദാംശങ്ങളുമായി ചേർന്ന് വിഷ്ണു തുടരാം. സുഹൈല്, PM മനോജ് അധ്യക്ഷനായ ബെഞ്ചാണ് നിലവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട താൽക്കാലികമായി തടഞ്ഞിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു സ്വാഭാവിക നടപടി മാത്രമാണ്. കാരണം ഈ ഹർജിയിൽ കൂടുതൽ വാദങ്ങൾ കേൾക്കേണ്ടതുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്
ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കോടതി കടന്നിരിക്കുന്നത്. ഇരു ഭാഗങ്ങളുടെയും കൂടുതൽ വ്യക്തതയോടുകൂടിയുള്ള വാദം കേൾക്കും. അതിനുശേഷം പുറത്തുവിടാം, അല്ലെങ്കിൽ അതിനുശേഷം ഇതിലൊരു തീരുമാനം എടുക്കാം എന്ന നിലപാടിലേക്ക് കോടതി കടന്നിരിക്കുന്നു. അതിൽ മറ്റ് അസ്വാഭാവികതകളൊന്നുമില്ല. ഒരു സ്വാഭാവിക നടപടിയായി മാത്രം കണ്ടാൽ മതി. കാരണം സർക്കാർ ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി ഈ റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് ഈ നിർമ്മാതാവ് ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. സ്വാഭാവികമായും നിർമ്മാതാവിന് കൂടുതൽ ഭാഗങ്ങൾ പറയാനുണ്ട്. ഇന്ന് വാദം പൂർത്തിയായിരുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് ഇത് ഒരാഴ്ചത്തേക്ക് ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ശരി, എന്തായാലും ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്ന് തന്നെയാണ്. ഇന്ന് 4 മണിയോടുകൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ സാംസ്കാരിക വകുപ്പ് ഒരുങ്ങുന്നതിന് അത് തടഞ്ഞുകൊണ്ട് ഒരാഴ്ചത്തേക്ക് സ്റ്റേ നൽകിക്കൊണ്ടു. സാങ്കേതികമായ കാരണങ്ങളാകാമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.